Welcome to Wings to Win Education. Macroeconomics in the Inflation and Phillips curve. Rational expectations hypothesis. Rational expectations hypothesis ഓർക്കുക. rational expectation hypothesis ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിസ്റ്റുകളാണ്. ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഹൈപ്പോത്തസിസിനെ റാറ്റെക്സ് ഹൈപ്പോത്തസിസ് എന്നും പറയുന്നുണ്ട്. റാറ്റെക്സ് ഹൈപ്പോത്തസിസ് എന്നും അറിയപ്പെടുന്നതാണ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ഹൈപ്പോത്തസിസ്. ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം അല്ലെങ്കിൽ റാറ്റെക്സ് ഹൈപ്പോത്തസിസ് പ്രകാരം അവരുടെ ഒരു അസംഷൻ എന്താണ്? ഇക്കണോമിക് ഏജൻസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഇവർക്കെല്ലാം എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ, ഇക്കണോമിക് വേരിയബിൾസിനെ കുറിച്ച് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് നടത്തുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇക്കണോമിക് വേരിയബിൾസ് ആയിട്ടുള്ള പ്രൈസസ്, ഇൻകം, ഇവയെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്, ഇവയെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? ഇക്കണോമിക് ഏജൻസിനുണ്ട്. അപ്പോൾ ഇത്തരം എക്സ്പെക്ടേഷന്റെ ബേസിലായിരിക്കും ഇക്കണോമിക് ഏജൻസ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ആർക്കുണ്ടായിരിക്കും? ഇക്കണോമിക് ഏജൻസിന് ഉണ്ടായിരിക്കും. അതായത് ഭാവിയിലെ ഫ്യൂച്ചർ പ്രൈസസ് എത്രയായിരിക്കും, പ്രോഡക്റ്റിന്റെ പ്രൈസസ് എത്രയായിരിക്കും, ഇൻകം എത്രയായിരിക്കും, ഇതിനെല്ലാം കുറിച്ചുള്ള ഇൻഫർമേഷൻ ആർക്കുണ്ടായിരിക്കും? ഇക്കണോമിക് ഏജൻസിന് ഉണ്ടായിരിക്കും. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഫിലിപ്സ് കർവ് തന്നെ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിലിപ്സ് കർവ്, ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിലിപ്സ് കർവ് തന്നെ എന്തിന്റെ ബേസിലാണ്? എക്സ്പെക്ടേഷന്റെ ബേസിലാണ്. എക്കണോമിക് ഏജൻസിന്റെ എക്സ്പെക്ടേഷന്റെ ബേസിലാണ്. എക്കണോമിക് ഏജൻസിന് എന്തുണ്ട്? ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിന്റെ ബേസിലാണ് ഫിലിപ്സ് കർവ് ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പാസ്റ്റ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷന്റെ ബേസിലല്ല തീരുമാനിക്കപ്പെടുന്നത്. റാഷണൽ എക്സ്പെക്ടേഷൻ മേക്ക് ചെയ്യുന്നത് പാസ്റ്റ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷന്റെ ബേസിലല്ല, മറിച്ച് കറന്റ് സ്റ്റേറ്റ് ഓഫ് ദി ഇക്കോണമി. ഇപ്പോൾ കറന്റ്ലി ഇക്കോണമി ഏത് സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കറന്റ് പോളിസീസ് എങ്ങനെയാണ്, അത്തരം ബേസിലാണ് റാഷണൽ എക്സ്പെക്ടേഷൻ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഇത്തരം ഇൻഫർമേഷന്റെ ബേസിൽ ഒരു പീപ്പിൾ അല്ലെങ്കിൽ വർക്കർ ആവട്ടെ, ഫേം ആവട്ടെ, ഗവൺമെന്റ് ആവട്ടെ എക്സ്പെക്ടേഷൻസ് പ്രെഡിക്റ്റ് ചെയ്യും. ഇത്തരം ഇൻഫർമേഷൻസിന്റെ ബേസിലാണ് ഗവൺമെന്റും ഫേംസും വർക്കേഴ്സും എല്ലാം എക്സ്പെക്ടേഷൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇൻഫർമേഷന്റെ ബേസിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇവിടെ ആക്ച്വൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുന്നതിന്റെ ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം എല്ലാ ഇൻഫോർമേഷൻസിനെയും, ലഭ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും വെച്ചിട്ടാണ്, ആ ഇൻഫോർമേഷന്റെ ബേസിലാണ് ഓരോരുത്തരും ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരം ഒരു ഇക്കോണമിയിൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ആക്ച്വൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ഡിഫർ ചെയ്യുക അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുക എന്നതിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇത്തരത്തില് റാഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇക്കണോമിക് ഏജൻസിന് എന്തറിയാനാവും? കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ പാസ്റ്റിലെ പ്രൈസസിന്റെ ഇൻക്രീസിങ് ഏത് തോതിലായിരുന്നു, പ്രസന്റില് എങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ചസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻസ് മെയ്ഡ് ചെയ്യുന്നത്. ആ എക്സ്പെക്ടേഷൻസ് എന്താവാൻ, ഡീവിയേറ്റ് ചെയ്ത് പോവാൻ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ആക്ച്വൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കോണമിയിലെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് നിലനിൽക്കില്ല. ദർ ഈസ് നോ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി ഇക്കോണമി എന്നുള്ളതാണ്. അത് ഷോർട്ട് റണ്ണിലാവട്ടെ ലോങ് റണ്ണിലാവട്ടെ എന്തുണ്ടാവില്ല? അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് നിലനിൽക്കില്ല. അത് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും വേർട്ടിക്കൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ലെവലിൽ, അൺഎംപ്ലോയ്മെന്റ് ലെവലിൽ വേർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫിലിപ്സ് കർവ് ആയിരിക്കും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉണ്ടാവുന്നത്. നമ്മുടെ ഫിലിപ്സ് കർവിന്റെ
ഫിലിപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എങ്ങനെയായിരുന്നു? ട്രേഡ് ഓഫ് കാണിക്കുന്ന കോൺവെക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരുന്നു. പക്ഷെ ഇവിടെ ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് ഒരിക്കലും ഈ ഒരു ട്രേഡ് ഓഫ് റിലേഷൻ ഇവിടെ വരാൻ സാധ്യതയില്ല. കാരണം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ആക്ച്വൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും ഡീവിയേറ്റ് ചെയ്യുന്നതിനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഫിലിപ്സ് കർവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതില് അവര് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റും ആക്ച്വൽ റേറ്റും പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറവും ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കൂടുതലായിട്ടുമാണ്, അല്ലെങ്കിൽ അവർ അണ്ടർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ റേറ്റിനെ അണ്ടർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ എക്സ്പെക്റ്റഡ് റേറ്റ് കുറവാണ് പക്ഷെ ആക്ച്വലി കൂടുതൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഹാസ് ഇൻക്രീസ്ഡ്. അണ്ടർ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ, ഇൻഫ്ലേഷനെ അണ്ടർ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ, അതായത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് ലെസ് ദാൻ ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. ദെൻ ഇത് എന്തിലേക്ക് നയിക്കും? ഷോർട്ട് റൺ ഫിലിപ്സ് കർവിനെ SRPC2 അല്ലെങ്കിൽ PC2 ഷോർട്ട് റൺ ഫിലിപ്സ് കർവിനെ എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കും? ലെഫ്റ്റോട്ട് മൂവ് ചെയ്യിപ്പിക്കും. SRPC1 മൂവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് കിട്ടുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് UN എന്ന് പറയുന്നതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനേക്കാൾ കുറവായിട്ടുള്ള ഈ L എന്ന് പറയുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ്, UN-നേക്കാൾ കുറവായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ ഉണ്ടായിരിക്കുന്നത്. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ഒരു C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇക്കോണമി ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്തിന്റെ കാരണം? അണ്ടർ പ്രെഡിക്റ്റ് ചെയ്തു. ഇൻഫ്ലേഷനെ അണ്ടർ പ്രെഡിക്റ്റ് ചെയ്തതിന്റെ കാരണമായിട്ട് സിയിൽ നിന്നും ബിയിലേക്ക് ഇക്കോണമി മൂവ് ചെയ്യുന്നു. അവിടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനേക്കാൾ കുറവായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് ഇക്കോണമിയിൽ സംഭവിക്കും. ഇനി അതേസമയം ഓൺ ദി അതർ ഹാൻഡ് ജനങ്ങള് ഇൻഫ്ലേഷനെ ഓവർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓവർ പ്രെഡിക്റ്റ് മീൻസ് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷന് ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദ ബിലീവ് ദാറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഹാസ് ഫോളൻ. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും എന്നുള്ളതായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും കുറയും. ഇക്കോണമിയിൽ കുറയും. ഫിലിപ്സ് കർവ് SRPC2 നിന്നും ഫിലിപ്സ് കർവ് PC2 ആയിട്ട് എന്ത് ചെയ്യും? SRPC3 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. SRPCയിൽ നിന്നും അതിന്റെ റൈറ്റിലേക്ക് SRPC3 ആയിട്ട് ഫിലിപ്സ് കർവ് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ SRPC3 ആയിട്ട് റൈസ് ചെയ്യും എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ ഇക്കോണമി എങ്ങോട്ട് മൂവ് ചെയ്യും? ഒരു ഹയർ ഫിലിപ്സ് കർവിലേക്ക് മൂവ് ചെയ്യും. അത്തരത്തിലുള്ള ഈ ഒരു F എന്ന് പറയുന്ന സിയിൽ നിന്നും Fയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താവും? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത്. അൺഎംപ്ലോയ്മെന്റ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇത്തരത്തില് ഫേംസിന് അവരുടെ പ്രൈസിനെ കുറിച്ചും ഇൻകത്തെ കുറിച്ചുമെല്ലാം ബെറ്റർ ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്. അവരുടെ ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഫേമിനെ കുറിച്ച് എല്ലാ ഇൻഫോർമേഷനും അവൈലബിൾ ആയിരിക്കും. പക്ഷെ അവർ മിസ്റ്റേക്കലി തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ജനറൽ പ്രൈസ് ലെവലിനെ കുറിച്ച് അവർക്ക് വലിയ ഐഡിയ ഉണ്ടായിരിക്കില്ല. ഇൻഡസ്ട്രിയിലെ പ്രൈസ് ലെവലിനെ കുറിച്ച് ഇത്തരം ഏജൻസിന് വലിയ ഐഡിയ ഉണ്ടായിരിക്കില്ല. അവർക്ക് അവരുടെ ഫേമിനെ കുറിച്ചും അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചും ഉള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ജനറൽ പ്രൈസ് ലെവൽ എന്താ എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മിസ്റ്റേക്കലി തിങ്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ അവരുടെ പ്രൈസ് കൂടിയതിന് കാരണം ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് എന്നുള്ള ഒരു മിസ്റ്റേക്ക് അവരിൽ വരും. അതായത് പ്രൈസ് കൂടുന്നു, അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇക്കോണമിയിൽ കൂടുന്നു, അതിന്റെ കാരണം
ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഡിമാൻഡ് കൂടുതലാണല്ലോ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് വർക്കേഴ്സിനെ അവർ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കും, എംപ്ലോയീസിനെ കൂടുതൽ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റ് കൂടുകയും അൺഎംപ്ലോയ്മെൻറ്റ് കുറയുകയും ചെയ്യും. ഇങ്ങനെ ലേബേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്തോറും വേജും കൂടെ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസ് ചെയ്യും തോറും വേജും അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വർക്കേഴ്സ് എന്താണ് തിങ്ക് ചെയ്യുന്നത്, മണി വേജ് കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റിയൽ വേജും കൂടുന്നു എന്നുള്ളതായിരിക്കും വർക്കേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടാവുന്നത്. പക്ഷെ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മണി വേജ് കൂടുന്നതിനനുസരിച്ച് റിയൽ വേജും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതായിരിക്കും വർക്കേഴ്സിന്റെ തോട്ട്. പക്ഷെ അവിടെയും ഈ വർക്കേഴ്സിനും ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇൻക്രീസ് ഇൻ പ്രൈസസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇൻക്രീസിങ് ഡിമാൻഡ് കൊണ്ടല്ല, അവരുടെ ഇൻഫ്ലേഷൻ കാരണമാണ് എന്നുള്ളത് ആര് മനസ്സിലാക്കില്ല, ഫേംസ് മനസ്സിലാക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മണി വേജ് കൂടുന്തോറും റിയൽ വേജ് കൂടുന്നില്ല എന്നുള്ളത് ആരും മനസ്സിലാക്കില്ല, വർക്കേഴ്സും മനസ്സിലാക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ടോട്ടലി മിസ്റ്റേക്കൺ അപ്രോച്ച് അവിടെ നിലനിൽക്കും. അതിന്റെ ഭാഗമായിട്ട് ഇക്കോണമി എന്ത് ചെയ്യും, എയിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മിസ്റ്റേക്കൺലി അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ട്, മിസ്റ്റേക്കൺലി അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് നമ്മുടെ ഇക്കോണമി മൂവ് ചെയ്യും, എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യും. അതായത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റിനേക്കാൾ കുറവാണ്. നാച്ചുറൽ റേറ്റിനേക്കാൾ കുറവായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് ബി എന്ന് പറയുന്ന പോയിന്റിലുള്ളത്. അത് എന്തുകൊണ്ടാണ്, ഇത്തരത്തിൽ ഇവർ മിസ്റ്റേക്കൺലി അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ് മിസ്റ്റേക്ക്, അവരുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നത്, അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുന്നത് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടിയത് കൊണ്ടാണെന്ന് അവർ മിസ്റ്റേക്കൺലി എന്ത് ചെയ്യും, തിങ്ക് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് സംഭവിക്കുന്നത്. ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് പ്രൈസ് കൂടുന്നത്, അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം എന്ന് അവർ വിചാരിക്കുകയും കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും, കൂടുതൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ കൂടുകയും, ഡിമാൻഡ് ഫോർ ലേബർ കൂടുന്നതിന്റെ ഭാഗമായിട്ട് വേജസ് കൂടുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് UN-ൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇക്കോണമി മൂവ് ചെയ്യുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇൻഫ്ലേഷൻ അവിടെ കൂടുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരും ബോധേടല്ല. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ്, കുറച്ച് ടൈമിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്യുന്നത് എന്ത്, ഇൻക്രീസ് ഇൻ പ്രൈസസ് ആൻഡ് വേജസ് ഈസ് പ്രിവാലന്റ് ഇൻ മോസ്റ്റ് ഇൻഡസ്ട്രീസ്. മോസ്റ്റ് ഇൻഡസ്ട്രീസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രൈസ് റൈസ് സംഭവിക്കുന്നുണ്ട്. പ്രൈസ് ഹൈക്ക് സംഭവിച്ചത് അവരുടെ ഫേമിൽ മാത്രമല്ല, മറിച്ച് ഇൻഡസ്ട്രീസിൽ ടോട്ടലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൈസ് ഹൈക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്, ഇൻഫ്ലേഷൻ ആണ് എന്നുള്ളത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ആര് മനസ്സിലാക്കുന്നത്, ഫേംസും വർക്കേഴ്സുമെല്ലാം മനസ്സിലാക്കുന്നത്. അവരത് റിയലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വർക്കേഴ്സും ഫേംസും എല്ലാം ഇത്തരം ഒരു കാര്യം ഇൻഫ്ലേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അവരുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് അവർക്ക് റിയലൈസ് ചെയ്തത്. ആ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ് പിന്നീട് അവർ എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു ഇൻഫ്ലേഷൻ ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ വേജ് ആക്ച്വലി എന്താണ് ചെയ്തിട്ടുള്ളത്, വർക്കേഴ്സിനെ സംബന്ധിച്ച് റിയൽ വേജ് ഫോളോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫേം പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവരുടെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടല്ല, ആക്ച്വലി ഇൻഫ്ലേഷൻ സംഭവിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിൽ പ്രൈസ് ഹൈക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് അവർ വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കുന്നത്. അവരെ റിയൽ വേജ് കുറഞ്ഞത് കൊണ്ട് തന്നെ, മണി വേജ് കൂടി പക്ഷെ റിയൽ വേജ് ഇൻഫ്ലേഷൻ കാരണം കുറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതൽ വേജ് കൂട്ടുന്നതിലേക്കുള്ള ആവശ്യം ആരുന്നയിക്കും, വർക്കേഴ്സ് ഉന്നയിക്കും. അവരുടെ റിയൽ വേജ് കുറവാണ്, അതുകൊണ്ട് തന്നെ മണി വേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആര് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർക്കേഴ്സ് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും കൂടുതൽ വർക്കേഴ്സിനെ വെച്ചിട്ട് വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യിപ്പിക്കാൻ പിന്നീട് ആർക്ക് കഴിയില്ല, ഇക്കോണമിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഫേംസിന് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നുണ്ട്, ഡിമാൻഡ് കൂടുന്നില്ല. ഡിമാൻഡ് കൂടുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരൂ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റും ഇക്കോണമിയിൽ നിലനിൽക്കും.
ഈ ഒരു സമയത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ ആർക്ക് കഴിയില്ല? ഫേമിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫേം എന്ത് ചെയ്യും? എംപ്ലോയീസിനെ പിരിച്ചുവിടുകയും വീണ്ടും ഇക്കോണമി ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യും. ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യും. കാരണം അൺഎംപ്ലോയ്മെന്റ് വീണ്ടും ഇക്കോണമിയിൽ, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇക്കോണമിയിൽ വീണ്ടും നിലനിൽക്കും. പോയിന്റ് BAC ആണ് എന്തിനെ കാണിക്കുന്നത്? നമ്മുടെ ഫിലിപ്സ് കർവിനെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിനെ കാണിക്കുന്നത്. പക്ഷെ ഓർക്കുക, ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഒരിക്കലും ഷോർട്ട് റൺ ഫിലിപ്സ് കർവോ ലോങ് റൺ ഫിലിപ്സ് കർവോ എന്ത് കാണിക്കുന്നില്ല? ട്രേഡ് ഓഫ് റിലേഷനെ കാണിക്കുന്നില്ല. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ലോങ് റൺ ഫിലിപ്സ് കർവ് പോലെ തന്നെ എന്താണ്? വേർട്ടിക്കൽ ആണ്. അല്ലെങ്കിൽ ട്രേഡ് ഓഫ് റിലേഷനെ കാണിക്കുന്നതല്ല എന്ത്? ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. The short run Phillips curve of the new classical is always vertical like the long run Phillips curve. Long run Phillips curve പോലെ തന്നെ vertical ആയിരിക്കും ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ എന്ത് ലോങ് റൺ ഷോർട്ട് റൺ ഫിലിപ്സ് കർവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതോട് കൂടിയിട്ട് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.